കാസർകോട്ട് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അനിശ്ചിതകാല സമരം 4-ാം ദിവസവും തുടരുകയാണ്. സംസ്ഥാന ബജറ്റിലെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അവർ. ദീപക് ധർമ്മടം, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ കാസർകോട്ടെ എൻഡോസൾഫാൻ്റെ ദുരിതത്തിൻ്റെ കഥ നമ്മൾ പലകുറി റിപ്പോർട്ട് ചെയ്തതാണ് എസ് കെ എൻ. വീണ്ടും അവർ സമരം തുടങ്ങിയിരിക്കുന്നു. മാത്രവുമല്ല, ഇക്കുറി കേന്ദ്ര ബജറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ബജറ്റ് ആയതുകൊണ്ട് ഏറെ പ്രതീക്ഷയിലുമായിരുന്നു എൻഡോസൾഫാൻ ഇരകൾ. പക്ഷേ ഒന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സംസ്ഥാന ബജറ്റാണ് വരാൻ പോകുന്നത്. ഈ കേന്ദ്രവും സംസ്ഥാനവും എൻഡോസൾഫാൻ ഇരകളെ കരുതലോടെ ചേർത്ത് പിടിക്കണം എന്നുള്ള ആവശ്യം വളരെ ശക്തമായിരുന്നു. പക്ഷേ എന്നാൽ എവിടെയും എത്താത്ത സാഹചര്യത്തിലാണ് കാര്യങ്ങൾ. ഇടയ്ക്ക് പെൻഷൻ മുടങ്ങി, പക്ഷേ പെൻഷൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം ഒരു പാക്കേജ് വീണ്ടും ഇവർക്ക് വേണ്ടി വരിക എന്നുള്ളത് തന്നെയാണ്. ഈ അവിടെയുള്ള എൻഡോസൾഫാൻ ബാധിതരായവർ, അവരുടെ കുടുംബാംഗങ്ങൾ, ഇവരെല്ലാം തന്നെ വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മാത്രവുമല്ല എസ് കെ എൻ, ഇവരുടെ തുടർ ചികിത്സ, അതുപോലെ തന്നെ ഇവരുടെ പുനരധിവാസം എല്ലാം തന്നെ പ്രശ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും ഇതിൻ്റെ മരുന്നുകളും മറ്റു കാര്യങ്ങൾക്കും വലിയ തുക വേണ്ടി വരുന്നു. പക്ഷേ എന്നാൽ ഈ പിന്നിട്ട കേന്ദ്ര ബജറ്റിൽ ഒരു പദ്ധതിയും അതിനുവേണ്ടി അനൗൺസ് ചെയ്തിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമായ കാര്യമാണ്. ഇനിയിപ്പോൾ സംസ്ഥാന ബജറ്റ് 5-ാം തീയതി വരാൻ പോകുന്നു. അതിൽ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുകയാണ്. ഏതായാലും ഈ എൻഡോസൾഫാൻ ബാധിതരെല്ലാം തന്നെ കടുത്ത പ്രതിഷേധത്തിലാണ് എസ് കെ എൻ. താങ്ക് യു ദീപക് ധർമ്മടം.